സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് മുന്നിൽ വിനീത വിധേയനെ പോലെ വന്നു നിൽക്കുന്ന മുനുസ്വാമിയുടെ മുഖത്തേക്ക് തന്നെ സംശയഭാവത്തോടെ നോക്കിയിരുന്നു. മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റ് ജയരാജിന്റെ മേശപ്പുറത്ത് കറക്കം അവസാനിപ്പിക്കുകയാണ്. മുനുസ്വാമിയുടെ വാക്കുകൾ കേട്ട് ആലോചനയിൽ മുഴുകിയപ്പോൾ അത് മേശപ്പുറത്ത് കറങ്ങാൻ തുടങ്ങിയതാണ്. താൻ പറഞ്ഞത് സത്യമാണോ, അതോ സ്വന്തം കുറ്റം മറയ്ക്കാൻ മറ്റൊരാളെ ചൂണ്ടിക്കാട്ടി തരികയോ? സത്യമാണ് ഏമാനെ. ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി കളവ് പറയേണ്ട അവസ്ഥ ഇന്നോളം അടിയനുണ്ടായിട്ടില്ല. അങ്ങനെ പറഞ്ഞോ പ്രവർത്തിച്ചോ ജീവിച്ചിരുന്നെങ്കിൽ മുനുസ്വാമി ഇന്നൊരു വലിയ കൊട്ടാരമൊക്കെ വെച്ച് ജീവിച്ചേനെ. കളവ് പറഞ്ഞ് നേടുന്ന താൽക്കാലിക നിലനിൽപ്പിനേക്കാൾ അഭികാമ്യം വൈഷമ്യമേറിയുണ്ടെങ്കിലും സത്യം പറഞ്ഞ് നിലനിൽക്കുകയാണെന്ന് അടിയന് നല്ല വിശ്വാസമാ. അതുകൊണ്ട് അരപ്പട്ടിണിയാണേലും കഞ്ഞി മുട്ടിയിട്ടില്ല ഏമാനെ. ജയരാജ് ഒന്ന് പുഞ്ചിരിച്ചു. അതുകൊണ്ട് താൻ പറയുന്നതെല്ലാം എല്ലാവരും വിശ്വസിക്കണമെന്നാണോ? അങ്ങനെ അടിയന് നിർബന്ധമില്ലേ. അതറിയേണ്ടവരുടെ വിശ്വാസം പോലിരിക്കും. ഞാൻ ഇന്നാള് പറഞ്ഞതുപോലെ ഈ ലോകത്ത് നടക്കുന്നതെല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഏമാനെ. അപ്പോഴും ജയരാജ് മൃദുവായി ചിരിച്ചു. പാവപ്പെട്ടവനാണെങ്കിലും അയാൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തീർച്ച. കള്ളൻ മോഷ്ടിക്കുന്നത് അവൻ അതുകൊണ്ട് പുലരാമെന്ന വിശ്വാസത്തിന്റെ പേരിൽ, തങ്ങൾ ആരെയെങ്കിലും പിടിക്കുന്നത് പിടിക്കേണ്ടവൻ അവൻ തന്നെയാണെന്ന വിശ്വാസത്തിന്റെ പേരിൽ. അതങ്ങനെയല്ലാതാവുമ്പോൾ വിശ്വാസം തെറ്റുന്നു. ഇപ്പോൾ മുനുസ്വാമി എന്ന മണിമംഗലത്തെ ഈ മാന്ത്രികൻ തന്റെ മുന്നിൽ നിൽക്കുന്നതും അയാളുടെ ഒരു വിശ്വാസത്തിന്റെ ബലം. അന്നു പറഞ്ഞു വിട്ടതുപോലെ അയാൾ കൃത്യമായും തന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. അറിവിൽപ്പെട്ട എന്തെങ്കിലുമോ ആരെയെങ്കിലുമോ സംശയം തോന്നുന്ന പക്ഷം തന്നെ വന്ന് വിവരമറിയിക്കണമെന്ന് പറഞ്ഞു വിട്ടിരുന്നു. അത്തരം സംശയം തോന്നിയ ഒരു വാർത്തയും കൊണ്ടെത്തിയിരിക്കുകയാണ് അയാളിപ്പോൾ. മണിമംഗലത്ത് ഗ്രാമത്തിലെ കമ്മത്തിന്റെ കടയിൽ നിന്ന് പരിചയമില്ലാത്തൊരു യുവതി പൂജാ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയത്രേ. ഈ നാട്ടിൽ അപരിചിതയായ സ്ത്രീ. ആർക്കും ഏത് വീട്ടിലേക്കും പൂജാ സാമഗ്രികൾ വാങ്ങാം. അങ്ങനെ വാങ്ങുന്ന സാമഗ്രികൾക്ക് ഒരു ഐക്യരൂപം ഉണ്ടായിരിക്കും. അത് ഭഗവതി സേവയ്ക്കോ ഗണപതി ഹോമത്തിനോ ഉള്ള സാമഗ്രികളായിരിക്കുകയും ചെയ്യും. അതുമാത്രമായിരുന്നാലും മുനുസ്വാമി ശ്രദ്ധിക്കുമായിരുന്നില്ല. ഭഗവത് സേവയ്ക്കും ഗണപതി ഹോമത്തിനുമുള്ള ഐറ്റങ്ങളുടെ ലിസ്റ്റ് തനിക്കറിയാം. അതിനുമപ്പുറത്തെ ഏതോ കർമ്മം ചെയ്യാനുള്ള സാധനങ്ങളാണ് അവർ വാങ്ങിയിരിക്കുന്നത്. അപ്പോഴാണ് മുനുസ്വാമി അന്വേഷിച്ചത്. മണിമംഗലം തറവാട്ടിൽ വന്നു താമസിക്കുന്ന ഒരു യുവതിയാണിത് വാങ്ങിയിരിക്കുന്നത്. അവർ കുറച്ചു കാലമേ ആയുള്ളൂ അവിടെ പാർക്കാൻ തുടങ്ങിയിട്ട്. മണിമംഗലം തറവാടും ദേവൂട്ടിയമ്മയും ഒക്കെ മുനുസ്വാമിക്ക് പരിചിതമാണ്. അവിടെ ആരാണ് പുതിയ താമസക്കാർ വന്നിരിക്കുന്നത്? അങ്ങനെ ഒരു സംശയം വെച്ചുകൊണ്ടാണ് അന്വേഷണം തുടങ്ങിയത്. ഒക്കെ അറിയുകയും ചെയ്തു. അത് വീഴാതെ കെടാതെ സർക്കിൾ ഇൻസ്പെക്ടറെ അറിയിക്കുക എന്നതു മാത്രമായിരുന്നു ഒരേയൊരു പോംവഴി. സാർ, ദുർഗ എന്നാണ് അവരുടെ പേര്. അണിഞ്ഞൊരുങ്ങിയാൽ സാക്ഷാൽ ദുർഗാ ഭഗവതി പോലും അവരുടെ മുന്നിൽ നിഷ്പ്രഭമായി പോകും. പട്ടുടുത്താൽ ഭഗവതിയാണെന്നേ തോന്നും. നഴ്സറി സ്കൂളോ നൃത്ത ക്ലാസ്സുകളോ നടത്താൻ വേണ്ടിയാണത്രേ അവർ ദേവൂട്ടിയമ്മയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. അതൊക്കെ നടത്തുന്നുണ്ട് താനും. അവരെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അയൽക്കാർക്കൊക്കെ നല്ല മതിപ്പാണ് അവരെ. പക്ഷപാതം കൊണ്ട് വീണുപോയ ദേവൂട്ടിയമ്മയെ ഒരു മകളെ പോലെ പരിചരിക്കുന്നതും ഇപ്പോൾ അവരാണ്. സംശയമുണ്ടായിട്ടില്ല. പക്ഷേ സംശയിക്കാതിരിക്കാനും കഴിയാഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ അന്വേഷിച്ചറിഞ്ഞത്. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ പൂജാരിയെയും ഞാൻ കണ്ടു. 60 ദിവസത്തോളമായി ആ പെണ്ണും പിള്ള ഒറ്റ ദിവസം പോലും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിലെത്താറുണ്ടത്രേ. അയാൾക്കും അവരെക്കുറിച്ച് മതിപ്പാണ്. കേട്ടിടത്തോളം വെച്ച് നോക്കുമ്പോൾ എനിക്കും അങ്ങനെ തന്നെ. പക്ഷേ എവിടെയോ ഒരു പന്തികേട് പോലെ അടിയന്റെ പാഴ് മനസ്സിലൊരു സംശയം. ജയരാജെല്ലാം സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇരുത്തിയൊന്ന് മൂളി. ഇനി മുനുസ്വാമി പൊയ്ക്കുള്ളൂ. താൻ എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞിട്ടില്ല. താനിവിടെ വന്നിട്ടുമില്ല. മനസ്സിലായോ? സർക്കിൾ ചോദിച്ചു. ഉവ്, മനസ്സിലായേ. മുനുസ്വാമി ജയരാജിനെ തൊഴുതു. അരയിൽ കെട്ടിയിരുന്ന രണ്ടാം മുണ്ടെടുത്ത് തോളിലിട്ടുകൊണ്ട് മുനുസ്വാമി സർക്കിൾ ഓഫീസ് വിട്ടിറങ്ങി. ദുർഗ, മണിമംഗലം തറവാട്. ആ 2 പേരുകൾ മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് ജയരാജ് കസേരയിലേക്ക് ചാഞ്ഞു. അച്ഛൻ രണ്ടാം മുണ്ടുയർത്തി കണ്ണുകൾ തുടയ്ക്കുന്നത് വിവശതയോടെ ആനന്ദവർമ്മ നോക്കിയിരുന്നു. ആത്മാർത്ഥമായ ദുഃഖത്തിന്റെ തേങ്ങിൽ കണ്ണീരായി ചാലിട്ടൊഴുകയാണ്. അച്ഛൻ പറഞ്ഞ കഥ കേട്ട് ഒരുതരം നടുക്കത്തിലകപ്പെട്ട് അസ്തപ്രജ്ഞനായിരിക്കുകയായിരുന്നു ആനന്ദവർമ്മ.
തൊട്ടു മുമ്പാണ് അദ്ദേഹം ദുരന്തകഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആനന്ദവർമ്മയുടെ മനക്കണ്ണുകൾക്ക് മുന്നിൽ ആ രംഗം തെളിഞ്ഞു വന്നു. ആ രാത്രി ജഗന്നാഥവർമ്മയും കൂട്ടുകാരും ആനന്ദവല്ലിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. അതിക്രമിച്ച് കടന്നവരെ അടിച്ചൊതുക്കാൻ ധൈര്യപൂർവ്വം പുറത്തേക്ക് ചാടിയിറങ്ങിയ ആനന്ദവല്ലിയുടെ ഭർത്താവിന്റെ ദീനരോദനം ഇരുളിൽ അമർത്തപ്പെട്ട് അലിഞ്ഞുതീരുന്നു. ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കയറിയ അച്ഛന്റെ കരങ്ങൾ ആനന്ദവല്ലിയെ ഒരാശ്ലേഷണത്തിൽ അമർത്താൻ വെമ്പുന്നു. അവർ എതിർക്കുന്നു. വാശി കയറിയ അച്ഛൻ അവളെ എങ്ങനെയും കീഴടക്കാൻ അക്ഷീണ പ്രയത്നം നടത്തുന്നു. ഒടുവിൽ പരാജയം സമ്മതിച്ച് പിന്തിരിയുന്നു. അദ്ദേഹത്തിന് വേണ്ടി കാത്തുനിന്ന കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്റെ നിസ്സഹായത അച്ഛൻ വെളിപ്പെടുത്തുന്നു. എനിക്ക് സാധിക്കില്ല, ഞാൻ തോറ്റിരിക്കുന്നു. ഒന്നും വേണ്ട സ്നേഹിതരെ, നമുക്ക് മടങ്ങിപ്പോകാം. ഇത്രയുമൊക്കെ ആയിക്കഴിഞ്ഞോ? ദേ വർമ്മ, ഇത് കണ്ടോ? അവളുടെ ഭർത്താവ് ഇപ്പോൾ പരലോകത്തേക്കുള്ള യാത്രക്കിടയിലാണ്. വന്ന കാര്യം സാധിക്കാതെ മടങ്ങിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. തനിക്ക് വയ്യില്ലെങ്കിൽ താൻ ഇങ്ങോട്ടിറങ്ങ്. ഏതായാലും തെറ്റു ചെയ്യാൻ വന്നവനാണ് നമ്മൾ. അത് പൂർത്തിയാക്കാതെ മടങ്ങുന്നത് ഒരു രാജാവിന്റെ മകനായ വർമ്മയ്ക്ക് ചേർന്നതല്ല. നിങ്ങളുടെ സുഹൃത്തുക്കളായ ഞങ്ങൾക്കും അത് മാനക്കേടാണ്. എതിർത്തെങ്കിലും പറയാൻ ഇടകിട്ട് മുമ്പേ ഒരാൾ വർമ്മയെ ഒരരികിലേക്ക് വലിച്ചു മാറ്റി. സുഹൃത്തുക്കൾ മൂവരും ആനന്ദവല്ലിയുടെ മുറിയിലേക്ക് കയറിപ്പോകുന്നത് വർമ്മ ഉൾക്കിടലത്തോടെ കണ്ടു. അദ്ദേഹത്തിന് മുന്നിൽ വാതിൽ ശബ്ദത്തോടെ അടഞ്ഞു. വാതിലിനു പിന്നിൽ ആനന്ദവല്ലിയുടെ ആക്രന്ദനം കേട്ടു. അത് അമർത്തപ്പെടുന്നതും അറിഞ്ഞു. പിന്നെ പിന്നെ അവളുടെ ശബ്ദം അലിഞ്ഞലിഞ്ഞില്ലാതാവുന്നതും. ഏതോ ഒരു കുഞ്ഞിന്റെ വിഹ്വലമായ കരച്ചിൽ. ആനന്ദവല്ലിയുടെ കുട്ടിയായിരിക്കുമോ അത്? അരനാഴികയ്ക്ക് ശേഷം ആ വാതിൽ തുറക്കപ്പെടുന്നു. സുഹൃത്തുക്കൾ സുന്ദരമായി ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. വർമ്മ, അനുഭവം എന്നൊക്കെ പറയുന്നത് ഇതാണ്, രാജഭോഗം. പക്ഷേ രാജാവിന് യോഗമില്ലാതായില്ലേ? സാരമില്ല, യഥാ രാജ തഥാ പ്രജ എന്നല്ലേ? രാജാവിന് യോഗമില്ലാത്തത് പ്രജയ്ക്കുണ്ടെന്ന് തിരുത്താം. എന്തൊരു അടക്കം, എത്ര ഒതുക്കം! സുഭദ്രമായ ഒരു തടാകം തന്നെ. ഒരില പോലും കൊഴിഞ്ഞു വീണ് ഓളങ്ങൾ ഉണ്ടാകാത്ത തടാകം. സുഹൃത്തുക്കൾ ഉറക്കെ ചിരിച്ചു. വർമ്മ ഭീതിയോടെ അവരെ നോക്കി. അവളുടെ ശബ്ദമെന്തേ കേൾക്കുന്നില്ലേ? ചെന്ന് നോക്കിക്കോളൂ വർമ്മേ. അപൂർവവും പരമപ്രധാനവുമായ സംതൃപ്തി ഉണ്ടാവുമ്പോൾ പെൺജാതികളിൽപ്പെട്ട സർവ്വതും ഇങ്ങനെയായിരിക്കും. നിശബ്ദത. അത് പറഞ്ഞവർ പിന്നെയും ഉറക്കെ ചിരിച്ചു. മൂവരും വിയർപ്പൊഴുകുന്ന മുഖവും കഴുത്തും തുടച്ചു. ഭയമാണ് തോന്നിയത്. വർമ്മ മൂവരെയും മാറി മാറി നോക്കി. പിന്നെ വിറയാർന്ന കാലുകൾ മുറിക്കുള്ളിലേക്ക് ചലിച്ചു. കരിന്തിരി എരിയുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ നഗ്നയായി കിടക്കുന്ന ആനന്ദവല്ലിയെ കണ്ട് വർമ്മ വീണ്ടും നടുങ്ങി. ആ കിടപ്പിൽ മുഖം പൊത്തി തേങ്ങുകയാണ് അവൾ. അടുത്ത മുറിയുടെ വാതിൽ കടന്ന് മുട്ടുകാലിൽ ഇഴയുന്ന ഒരു പെൺകുട്ടി. ആനന്ദവല്ലിയുടെ കുട്ടി. അവൾ അമ്മയെ തേടി എത്തുകയാവും. ആനന്ദവല്ലിയുടെ മുന്നിൽ ജഗന്നാഥവർമ്മ കുനിഞ്ഞു. അഴിഞ്ഞു മാറിക്കിടന്ന വസ്ത്രമെടുത്ത് അവളുടെ നഗ്നത മറച്ചു. വിറയാർന്ന വിരലുകൾ ഒരു സാന്ത്വനം പോലെ അവളുടെ തോളിൽ സ്പർശിച്ചു. ആനന്ദവല്ലി ഞെട്ടിപ്പിടഞ്ഞു. ദുഷ്ട, നിനക്ക് ദൈവം മാപ്പ് നൽകില്ല. സടകുണഞ്ഞുണർന്ന സിംഹത്തിന്റെ വീറോടെ അവൾ പിടഞ്ഞെണീറ്റു. വർമ്മയുടെ കഴുത്തിൽ കടന്നു പിടിച്ചു. ആനന്ദവല്ലിക്ക് സ്വർണം കെട്ടിയ രുദ്രാക്ഷമാലയിലെ പിടികിട്ടിയുള്ളൂ. അതവൾ വലിച്ചു പൊട്ടിച്ചു. ഒരു പിടിയിലൊതുങ്ങുന്ന മാലയുടെ കഷണം ആനന്ദവല്ലിയുടെ മുഷ്ടിയിൽ അമർന്നു. ഒരാർത്തനാദത്തിന്റെ പാതിയിൽ ആ ശരീരം പൊടുന്നതിനെ നിശ്ചലമായി. മുട്ടുകാലിൽ ഇഴഞ്ഞു വന്ന കുഞ്ഞ് ആനന്ദവല്ലിയുടെ ശരീരത്തിൽ പരതുന്നത് അവൾ അറിഞ്ഞതേയില്ല. ജീവച്ഛവമായി പുറത്തേക്കിറങ്ങി. തളർന്ന മിഴികൾ ഉയർത്തി ആനന്ദവർമ്മ അച്ഛനെ ഒന്ന് നോക്കി. അദ്ദേഹത്തിന്റെ കരകവിഞ്ഞ മിഴികൾ കവിളിലൂടെ ഒഴുകുകയാണ് ഇപ്പോഴും. ആ ഒരു ശാപമാണോ ഇപ്പോൾ അനർത്ഥമായിരിക്കുന്നതെന്ന് എനിക്കൊരു ശങ്കയുണ്ട് കുട്ട. ആവണമെന്നില്ല. എന്നിരുന്നാലും നീ ഒന്ന് അന്വേഷിക്കുന്നത് നന്ന്. വളരെ നേരത്തിനു ശേഷം ജഗന്നാഥവർമ്മ ശബ്ദിച്ചു. ആനന്ദവർമ്മയുടെ കരളിൽ ഒരു കടലിരമ്പി. മണിമംഗലം വീട്. 10 മണി കഴിഞ്ഞ നേരം. ദേവൂട്ടിയമ്മയുടെ അരികിലിരുന്ന് അവർക്ക് പൊടിയേരിക്കഞ്ഞി കോരിക്കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ദുർഗ. ദുർഗയുടെ മനസ്സ് അറിഞ്ഞതുപോലെയോ അല്ലെങ്കിൽ വിധിയുമായി പൊരുത്തപ്പെടാൻ തീരുമാനിച്ചതുപോലെയോ ദേവൂട്ടിയമ്മ ഇപ്പോൾ എതിർപ്പിന്റെ കണ്ണുകൾ കൊണ്ടവളെ നോക്കാറില്ല. അതോ എതിർത്തിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്ന് സ്വയം ബോധിയായിട്ടോ?
മണിമംഗലത്തേക്ക് രോഗവിവരം തേടി വരുന്നവരുടെ തിക്കും തിരക്കും കുറഞ്ഞിരുന്നു. വല്ലപ്പോഴും എങ്ങാൻ അയൽക്കാരെങ്കിലും ഒന്ന് കയറി വന്നാലായി. വരുന്നവരെ തന്നെ മിഴിച്ചു നോക്കി ദേവൂട്ടിയമ്മ ഒറ്റക്കിടപ്പല്ലേ. തന്റെ മനസ്സിലുള്ളതെല്ലാം ആരോടെങ്കിലും ഒന്ന് പറയാനുള്ള പിടച്ചിലാവും അപ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ. പക്ഷേ കഴിയില്ലല്ലോ. ഉള്ളിൽ ബോധമുണ്ട്. സന്ദർശകർ ഓരോന്ന് പറയുന്നത് കേൾക്കുന്നുമുണ്ട്. മക്കൾക്ക് കത്തയച്ചെന്ന് ദുർഗ പറയുന്നു. തന്റെ ഈ അവസ്ഥയെക്കുറിച്ചറിഞ്ഞാൽ മക്കളെല്ലാം ഓടിപ്പാഞ്ഞെത്തുമെന്നും അവർക്കറിയാം. ഇതുവരെ എന്തേ അവരാരും വന്നില്ല? ഈ കിടപ്പ് എത്ര കാലം കിടക്കേണ്ടി വരും? അതും നിശ്ചയമില്ല. ഏതായാലും ദുർഗ തന്നെ കൊല്ലില്ലെന്ന് തീർച്ചയാണ്. അങ്ങനെയൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അവൾ അത് എപ്പോഴേ നടത്തിയേനെ. പിന്നെ അതാണ് അറിയാൻ കഴിയാത്തത്. ഈ അനിശ്ചിതാവസ്ഥ എത്ര കാലത്തേക്ക്? ആദ്യ ദിവസം അവൾ ക്രൂരമായി പെരുമാറിയെങ്കിലും പിന്നെ പിന്നെ അലിവോടെ തന്നെ പരിചരിക്കുന്നുണ്ട്. സമയം തെറ്റാതെ ആഹാരം, തിരിച്ചും മറിച്ചും കിടത്തൽ, ശരീരം തുടയ്ക്കൽ, എല്ലാം ഒരു നേഴ്സിന്റെ പരിചരണം തന്നെ. സ്വന്തം മക്കളായിരുന്നെങ്കിൽ പോലും ഇത്രയും ആകുമോ എന്ന് സംശയമാണ്. അവളുടെ ഉദ്ദേശം എന്തു തന്നെയായാലും അവളോട് സഹകരിക്കാമായിരുന്നു എന്ന് വരെ ദേവൂട്ടിയമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ദുർഗയെ അതെങ്ങനെ ബോധ്യപ്പെടുത്തും? അഥവാ ബോധ്യപ്പെട്ടാലും അവളത് വിശ്വസിക്കണമെന്നില്ല. പാത്രത്തിലുള്ള അവസാന പ്ലാവിലെ കഞ്ഞിയും ശ്രദ്ധയോടെ കോരിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗേറ്റിനപ്പുറം ഒരു ജീപ്പിന്റെ ശബ്ദം കേട്ടത്. ദുർഗ തല ഉയർത്തി നോക്കി. ഒരു നിമിഷം അവൾക്കൊരു ഉൾക്കിടലമുണ്ടാവുകയും ചെയ്തു. അതൊരു പോലീസ് ജീപ്പായിരുന്നു. പോലീസിനിവിടെ എന്ത് കാര്യം? ജീപ്പിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് പുറത്തേക്കിറങ്ങി. ഒരു നിമിഷം കൊണ്ടയാൾ ആ വീടും പരിസരവും ശ്രദ്ധിച്ചു. പഴയൊരു തറവാട്. അതിന്റെ പ്രൗഢിയും ഐശ്വര്യവും ജയരാജിനെ ആകർഷിക്കുക തന്നെ ചെയ്തു. ഗേറ്റ് കടന്ന് തിരക്കൊട്ടും കൂടാതെ ജയരാജ് മണൽ വിരിച്ച മുറ്റത്തേക്കിറങ്ങി. അയൽവീടുകളിൽ നിന്ന് ചിലർ മണിമംഗലത്തേക്ക് ശ്രദ്ധിക്കുന്നത് ദുർഗ കാണുന്നുണ്ടായിരുന്നു. ദേവൂട്ടിയമ്മയുടെ അരികിൽ നിന്ന് അവൾ മെല്ലെ എണീറ്റു. ചാരിയിട്ടിരുന്ന വാതിലിൽ 2 വട്ടം തട്ടി ജയരാജ് തന്റെ സാന്നിധ്യം അറിയിച്ചു. ദുർഗ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന സുന്ദരിയെ കണ്ണിമയനയ്ക്കാതെ നോക്കി നിന്നുപോയ ജയരാജ് ഒട്ടും പരിഭ്രമമോ സംശയമോ മുഖത്തണയാതിരിക്കാൻ ശ്രദ്ധിച്ച് ദുർഗ നിന്നു. മണിമംഗലത്തെ വീട്? അതെ, ഇതുതന്നെ. പിന്നെ വാതിൽ മലർക്കെ തുറന്നുകൊണ്ടവൾ ഇൻസ്പെക്ടറെ അകത്തേക്ക് ക്ഷണിച്ചു. മുറിയിലേക്ക് കയറിയ ഉടനെ ജയരാജിന്റെ കണ്ണിൽപ്പെട്ടത് കട്ടിലിൽ കിടക്കുന്ന ദേവൂട്ടിയമ്മയാണ്. ഇരിക്കൂ. ദുർഗ ആദിത്യ മര്യാദ കാണിച്ചു. കേട്ടുകഴിഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് വിചിന്തനം ചെയ്യുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ സംശയത്തക്ക തക്കതായി ഒന്നുമില്ല. പക്ഷേ ആദ്യത്തെ ആ അപഗ്രഥനം ശരിയാവണമെന്നില്ല. പലപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതും. എവിടെ, എങ്ങനെ തുടങ്ങണമെന്ന് ജയരാജ് ഒരു നിമിഷം ചിന്തിച്ചു. അമ്മയ്ക്ക് എന്തു പറ്റിയതാണ്? എന്താണ് അസുഖം? അറിഞ്ഞു വച്ചതാണെങ്കിലും ദുർഗയുടെ മറുപടിയായിരുന്നു ജയരാജിന് ആവശ്യം. പെട്ടെന്നൊരു ദിവസം തളർന്നു വീണതാണ്. ഹെമറേജിന്റെ ഒരു ലക്ഷണം. കുറച്ചു കാലം ചിലപ്പോൾ ഒരേ കിടപ്പ് കിടക്കേണ്ടി വന്നേക്കുമെന്ന് ഡോക്ടർ പറയുന്നു. അതെത്ര നാളെന്നറിയില്ല. കുറച്ച് മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. അവളുടെ കണ്ണുകൾ ദേവൂട്ടിയമ്മയുടെ നേരെ നീണ്ടു. അവരത് കേട്ടെന്ന് സ്പഷ്ടം. ആ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ഭാവമാറ്റം കാണാമായിരുന്നില്ലേ? അങ്ങനെയൊന്ന് തിരിച്ചറിഞ്ഞെങ്കിലും ദേവൂട്ടിയമ്മയുടെ കവിളിലേക്ക് കണ്ണീരൊഴുകി. ജയരാജ് ഇരുവരെയും മാറി മാറി നോക്കി. നിങ്ങളുടെ അമ്മയല്ലേ? അല്ല, ഞാനിവിടെ വന്നിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. എങ്കിലും ഇവരെനിക്ക് അമ്മയെപ്പോലെ തന്നെയാണ്. ദുർഗയെന്നല്ലേ പേര്? ജയരാജ് അവളുടെ കണ്ണുകളിൽ നിന്ന് സ്വന്തം കണ്ണുകൾ മാറ്റിയതേയില്ല. അതെ, ഞാനൊരു നൃത്തവിദ്യാലയം തുടങ്ങാൻ വന്നതാണ്. ജയരാജ് ഒരു പരിചയപ്പെടലിന് എന്നോണം സൂത്രത്തിൽ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഓരോ ചോദ്യത്തിനും വളരെ ആത്മാർത്ഥതയോടെ തന്നെയാണ് അവൾ മറുപടി പറഞ്ഞതും. മരുന്ന് തോൽക്കുന്നിടത്ത് മന്ത്രങ്ങൾ വിജയിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കൂടി ഇവരുടെ കാര്യത്തിൽ നോക്കാമായിരുന്നില്ലേ? വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്ത് ഈശ്വരവിശ്വാസം വിജയിച്ച കഥകൾ ഒരുപാടുണ്ടല്ലോ. ജയരാജ് ദുർഗയിൽ നിന്ന് എന്തെങ്കിലും കൂടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. തനിക്കറിയേണ്ടത് അവളെ കൊണ്ട് തന്നെ പറയിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം. ദുർഗ അയാളുടെ വരവിൽ തന്നെ പന്തികേട് മണത്തിരുന്നു. പിന്നെയല്ലേ ചോദ്യങ്ങൾ. ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അതേ സ്വാഭാവികതയോടെ പറഞ്ഞു, അതും ഒന്ന് നോക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു ഭഗവത് സേവയും
ഗണപതി ഹോമവും നടത്തുന്നുണ്ട്. ഒപ്പം മൃത്യുഞ്ജയ ഹോമവും. ഒരുക്കുകളെല്ലാം വാങ്ങിവെച്ചു. ഇനി കർമ്മി വന്നാ മതി. വൈകുന്നേരം അദ്ദേഹം എത്തിയേക്കും. അവിടെയും ജയരാജിന്റെ പഴുതടഞ്ഞു. കേട്ടത് ശരിയാണ്. പൂജാസാധനങ്ങൾ ഇവൾ വാങ്ങിയത് തന്നെ. പക്ഷേ 1-2 നിമിഷം ജയരാജ് നിശബ്ദനായി. ആ കർമ്മം ചെയ്യാൻ അറിയാവുന്ന മാന്ത്രികൻ? താങ്കൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മട്ടപ്പിള്ളി ഭട്ടതിരി എന്ന് പറയും. വളരെ പ്രശസ്തനാണ്. അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾ അച്ചട്ടാണെന്നാ പറയാറുള്ളത്. അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. എനിക്കിവിടെ ആശ്രയം തന്നെ അമ്മയ്ക്ക്. എന്തെങ്കിലും സംഭവിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ കഴിയില്ല. പോരെങ്കിൽ സ്വന്തം മക്കളാരെങ്കിലും ഇവിടെ ഇല്ലാത്ത സമയവും. കുറച്ചു നേരം കൂടി മണമംഗലത്തിരുന്ന് ഓരോന്ന് സംസാരിച്ചിട്ടേ ജയരാജ് ഇറങ്ങിയുള്ളൂ. പോകും മുമ്പ് ഒരു ഭംഗിവാക്കി കള്ളമായി പറയാനും മറന്നില്ല. ഇവിടുത്തെ രാജഗോപാലനും ഞാനും ഒരുമിച്ച് പഠിച്ചവരാണ്. ഇതുവഴി പോയപ്പോൾ അമ്മയെ ഒന്ന് കണ്ടുപോകാമെന്ന് കരുതിയെന്ന് മാത്രം. നന്നായി. അങ്ങയെപ്പോലൊരാൾ ഒരു സഹായത്തിനുള്ളത് ആശ്വാസം. ഒരാവശ്യമുണ്ടായാൽ ഓടിവരാനൊരിടമുണ്ടല്ലോ. തീർച്ചയായും ദുർഗയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും അറിയിച്ചോളൂ. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എപ്പോഴും ഉണ്ടാകും. അയാൾ കൈവീശി ജീപ്പിൽ കയറി. ആ ജീപ്പ് അകന്നു പോകുമ്പോൾ ദുർഗയുടെ മുഖത്തേക്ക് ഇരുൾ വന്ന് കയറുകയായിരുന്നു. അവൾ അറിയാതെ അവളുടെ അണപ്പല്ലുകൾ ഇറുകി. അടുത്ത നിമിഷം അതൊരു പുഞ്ചിരിയാക്കി മാറ്റാനും ദുർഗയ്ക്ക് കഴിഞ്ഞു. പാതിരാവായിരിക്കുന്നു. മണിമംഗലത്ത് ദുർഗയുടെ പൂജാമുറിയിൽ ഒരു മാന്ത്രിക കളം പൂർത്തിയായിരിക്കുന്നു. മാന്ത്രിക കളത്തിന്റെ അഷ്ടദിക്കുകളിലും മരോട്ടിക്കായ പകുത്തുണ്ടാക്കിയ ഇടിഞ്ഞിലുകൾ കത്തിനിന്നു. മുറിയുടെ 4 കോണുകളിലും 7 തിരി വീതമിട്ട് കൊളുത്തിയ നിലവിളക്കുകൾ. മാന്ത്രിക കളത്തിന് മുന്നിൽ കുളിച്ച് ഈറൻ മാറാത്ത നഗ്ന ശരീരവുമായി ദുർഗ. അവളുടെ കണ്ണുകളിൽ ആളിക്കത്തുന്ന അഗ്നി. പൂജാമുറിയിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധ ധൂപങ്ങൾ ഉറക്കമില്ലാതെ കിടന്നിരുന്ന ദേവൂട്ടി അമ്മയുടെ നാസാരന്ധ്രങ്ങളിലും എത്തി. അവർ ആ അർദ്ധബോധാവസ്ഥയിലും നടുങ്ങി. ദുർഗയുടെ മുറിയിൽ ഇപ്പോൾ അരങ്ങേറുന്ന രംഗമേതായിരിക്കുമെന്ന് അവർ മനക്കണ്ണിൽ കണ്ടു. എന്റെ ദൈവമേ, താൻ ഈ കിടപ്പ് എത്ര നാൾ കൂടി കിടക്കേണ്ടി വരും? അവരപ്പോഴും നിശബ്ദം കണ്ണീരൊഴുക്കി. മണിമംഗലം വളപ്പിനു പിന്നിലെ കുറ്റിക്കാട്ടിൽ നാഴികകളോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മുനിസ്വാമി ഞെട്ടിയുണരുന്നു. പൂജാദ്രവ്യങ്ങൾ അഗ്നിയിലൊരുകുന്ന ഗന്ധം കൃത്യമായും അയാളുടെ നാസാരന്ധ്രങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു. കൂറ്റാക്കുരുട്ടുള്ള കടുത്ത പക്ഷക്കാലമാണ്. മിന്നാമിന്നുകൾ പോലും പറക്കാൻ ഭയക്കുന്ന രാവിന്റെ യാമം. മുനിസ്വാമിക്ക് പക്ഷേ തെല്ലും ഭയം തോന്നിയില്ല. തന്നെപ്പോലൊരു മാന്ത്രികന് ഭയമെന്ന വികാരം ഉണ്ടായിക്കൂടല്ലോ. അങ്ങനെ ഭയന്ന് വീട്ടിലിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. സർക്കിളേമാൻ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ഇന്നു രാത്രിയിൽ കൃത്യമായും ആരും അറിയാതെ ഇവിടെ പതിയിരിക്കണമെന്നും ഇവിടെ നടക്കുന്ന പൂജകളെക്കുറിച്ചറിഞ്ഞ് പറഞ്ഞു കൊടുക്കണമെന്നും അതറിയിക്കാൻ ബാധ്യസ്ഥനാണ് താൻ. കള്ളമാന്ത്രികനെന്ന ദുഷ്പേര് തന്റെ മേൽ വീണിരിക്കുന്നിടത്തോളം കാലം അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ എന്ത് ത്യാഗവും ചെയ്തേ പറ്റൂ. ആരും അറിയാതെ 7-8 മണി രാത്രി വളപ്പിൽ കടന്നുകൂടാൻ കഴിഞ്ഞു. ആരും കണ്ടില്ല. മണിമംഗലത്ത് പൂജ തുടങ്ങിയിരിക്കുന്നു. ആരാണിത് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. മുനിസ്വാമി പതുങ്ങിയിരിക്കുന്ന കുട്ടിക്കാട്ടിൽ നിന്ന് ഒരിലയനക്കം പോലും ഉണ്ടാവാതെ എണീറ്റു. ദുർഗയുടെ മുറിക്ക് നേരെ നീങ്ങാൻ തുടങ്ങിയ നേരത്താണിത് സംഭവിച്ചത്. മഞ്ഞ് പോലെ തണുത്തുറഞ്ഞ ഒരു ബലിഷ്ഠകരം മുനിസ്വാമിയുടെ ചുമലിൽ അമർന്നു. അറിയാതെ ഉള്ളിൽ നിന്നുണർന്ന ഒരാന്തലോടെ ഞെട്ടിത്തിരിഞ്ഞ മുനിസ്വാമി അടുത്ത നിമിഷം അലറി വിളിച്ചു. സിരകളിലെ രക്തം അപ്പാടെ ഉറഞ്ഞു കട്ടികിടിച്ചതുപോലെ ഒരു നിമിഷാർദ്ധം. മുനിസ്വാമി ഒന്ന് പിടഞ്ഞു. പിന്നെ കുതറിയോടി. ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിലായിരുന്നു ആ പരക്കം പാച്ചിൽ. ഏതൊക്കെയോ മുൾച്ചെടികളിൽ ഉടക്കി അയാളുടെ ശരീരം മുഴുവൻ കീറി മുറിഞ്ഞു. കുപ്പിച്ചില്ലോ മരക്കുറ്റിയോ എന്തോ ഒന്ന് കാലിൽ തറഞ്ഞു കയറി. മുനിസ്വാമി പക്ഷേ അതൊന്നും അറിഞ്ഞതേയില്ല. വായിക തന്നെയായിരുന്നു അയാൾ. മണിമംഗലം തറവാട്ടിൽ നിന്ന് നാഴികകളോളം അകലെ ചാമുണ്ഡി ക്ഷേത്രത്തിനും അപ്പുറത്തെ വയൽനിലത്തിലെത്തിയപ്പോഴാണ് വേഗത തെല്ലൊന്ന് കുറച്ചത്. ഒരു മാത്ര നിന്നത്. ഹൃദയം അപ്പോഴും പെരുമ്പറ പോലെ ശബ്ദിക്കുന്നുണ്ട്. ശ്വാസം വിലങ്ങിയിരിക്കുന്നു. അയാൾ തളർന്ന് വയൽവരമ്പിൽ ചടഞ്ഞിരുന്നു. വിഹ്വലമായ നേത്രങ്ങൾ ചുഴറ്റി ഭയപ്പാടോടെ അയാൾ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഹോ, എന്തൊരു കാഴ്ചയായിരുന്നു അത്! ഇരുട്ടു കളഞ്ഞെടുത്തതുപോലെ ഭീമാകാരമായ ഒരു സത്വം. മാനം മുട്ടുന്ന ഉയരമുണ്ടായിരുന്നു അതിന്.
അതിന്റെ സ്പർശനമേറ്റ തോളിൽ അപ്പോഴും മരവിപ്പ് ബാക്കിയാണെന്നും അയാൾ അറിഞ്ഞു. ജീവിതത്തിൽ ഇന്നോളം കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരനുഭവം. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ മരിച്ചു വീഴുകയുള്ളൂ. ചെകുത്താനായിരുന്നു അത്. ഓർക്കുമ്പോൾ തന്നെ കിടിലം കൊള്ളുന്നു. വയലിൽ വീശുന്ന നേർത്ത കാറ്റിൽ ഉലയുന്ന നെൽച്ചെടികളുടെ ശബ്ദം പോലും മുനുസ്വാമിയെ വിവശനാക്കുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല. തനിക്ക് യാതൊരു കാര്യവുമില്ലാത്ത കാര്യത്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഒന്ന് തീർച്ച, മണിമംഗലത്ത് താൻ ഉദ്ദേശിക്കുന്നതിലേറെ എന്തോ നടക്കുന്നുണ്ട്. സർക്കിൾ ചോദിക്കുമ്പോൾ പറയാനത് ധാരാളം. എന്താണെന്നും മറ്റും അദ്ദേഹം കണ്ടുപിടിച്ചോട്ടെ. ഇനി ആനക്കെടുപ്പോളം പൊണ്ണു തരാമെന്ന് പറഞ്ഞാലും താൻ ആ ഭാഗത്തേക്കില്ല. തന്നെ കൊല്ലാനായിരുന്നു ആ സത്വത്തിന്റെ പുറപ്പാട്. ചുമലിൽ പിടികൂടിയ ആ തണുത്തുറഞ്ഞ കൈ ഇത്തിരി കൂടി മുറുകിയിരുന്നെങ്കിൽ അവിടെ വെച്ച് തീരാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തേ അത് തന്നെ വെറുതെ വിട്ടു? ആ സ്പർശത്തിന്റെ ഓർമ്മ വന്നപ്പോൾ മുനുസ്വാമിയുടെ ശരീരത്തിലെ രോമങ്ങൾ എഴുന്നു. പ്രജ്ഞയിലേക്ക് വെളിച്ചം കയറി വരുന്നതേയുള്ളൂ. അകലെ എവിടെയോ നായകൾ ഓലിയിടും പോലെ കാലൻ കോവുന്നു. മുനുസ്വാമി വീണ്ടും നടുങ്ങി. മണിമംഗലത്തെ പൂജാമുറിയിൽ നിന്ന് ഉത്ഭവിച്ചതുപോലെ പൂജാദ്രവ്യങ്ങളുടെ ഗന്ധം ഇവിടെയും ചൂടുന്നു നിൽക്കുന്നുണ്ടോ? പെട്ടെന്ന് അയാൾ പിടഞ്ഞെണീറ്റു. അകലണം, എത്രയും വേഗം. ഈ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ. വീടെത്തിയാലേ ശ്വാസം നേരെ വീഴൂ. വരമ്പിൽ പിടിച്ച് മെല്ലെ എണീറ്റ മുനുസ്വാമിക്ക് പിന്നെയും ശങ്ക. തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അടുത്തു തന്നെ ആരോ ഉണ്ടെന്നൊരു തോന്നൽ. ആറാം ഇന്ദ്രിയത്തിന്റെ അപകട മുന്നറിയിപ്പ് പോലെ. ആ ഭാഗത്തു നിന്ന് എങ്ങോട്ടെങ്കിലും എത്രയും വേഗം രക്ഷപ്പെട്ടേ മതിയാവും. വരമ്പിലൂടെ മുന്നോട്ട് നടന്നു തുടങ്ങിയ മുനുസ്വാമി പൊടുന്നനെ നിന്നു. പിന്നിൽ നെൽച്ചെടികൾക്കിടയിൽ അനക്കം കേട്ടുപോ. ഭീതിയോടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടു നെൽച്ചെടികൾക്കിടയിൽ 2 തീക്കണ്ണുകൾ. ഇരുട്ടിന്റെ നിറമുള്ള ഒരു നായ്. ആ ജന്തു അയാളെ നോക്കി നിന്ന് അണയ്ക്കുകയാണ്. സംഭരിച്ച ശേഷി അത്രയും അയാൾക്ക് നഷ്ടമാവുകയാണ്. തൊണ്ട ഉണങ്ങി വരണ്ടു. ഉമിനീർ വറ്റി. ഉറക്കെ ഒന്ന് നിലവിളിക്കാൻ കഴിഞ്ഞാലും മതിയായിരുന്നു. പക്ഷേ നാവ് ചലിച്ചിട്ട് വേണ്ടേ? താനൊന്ന് ചലിച്ചാൽ ചാടി വീഴാൻ തക്കം പാർക്കുകയാണ് ആ ജന്തുവെന്ന് തീർച്ച. എവിടെ നിന്നോ സംഭരിച്ച വിപതി ധൈര്യവുമായി മുന്നോട്ട് കുതിക്കാനാഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ കണ്ടു വരമ്പിൽ തന്റെ മുന്നിൽ. ഏതെങ്കിലും വശത്തേക്ക് ഇറങ്ങിയോടാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെയും 4 വശത്തു നിന്നും കാലദൂതന്മാരെ പോലെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന കറുത്ത നായകൾ. അവറ്റകൾ ഒരിക്കലും യഥാർത്ഥ നായകളല്ലെന്ന് മുനുസ്വാമി പൊടുന്നനെ തിരിച്ചറിഞ്ഞു. അയാൾക്ക് ചുറ്റും അവയുടെ മുരൾച്ച വളർന്നു. അണുനിമിഷം വളർന്ന ആ മുരൾച്ച മുനുസ്വാമിയെ പൊതിഞ്ഞു. വയൽ സാമ്രാജ്യത്തിനു മുകളിൽ നിന്ന് ഒരു കാട്ടുപുള്ള് ചിറകടിച്ചു പകർന്നു. സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് മൃതദേഹത്തിന് മുന്നിൽ ഒരു നിമിഷം ക്യാപ്പൂരി മൗനമായി നിന്നു. പിന്നെ ചുറ്റും കൂടി നിന്നവരെ ഒരു വട്ടം ശ്രദ്ധിച്ചു. സർവരും ഒരു വിഷാദ രംഗത്തിന് സാക്ഷ്യം വഹിക്കുന്ന മാനസികാവസ്ഥയിലാണ്. ജയരാജ് മൃതദേഹത്തിന് മുന്നിൽ ഒരു നിമിഷം ക്യാപ്പൂരി മൗനമായി നിന്നു. പിന്നെ ചുറ്റും കൂടി നിന്നവരിനെ ഒരു വട്ടം ശ്രദ്ധിച്ചു. സർവരും ഒരു വിഷാദ രംഗത്തിന് സാക്ഷ്യം വഹിക്കുന്ന മാനസികാവസ്ഥയിലാണ്. അവർക്ക് നടുവിൽ വയലിൽ ചേറിൽ പുതഞ്ഞ് മുനുസ്വാമി കമിഴ്ന്നടച്ചു കിടന്നു. മുനുസ്വാമിയെ നേരിട്ടറിയാവുന്ന അയാളുടെ നാട്ടുകാർ തന്നെയാണ് എല്ലാവരും. ആരാ ഇതാദ്യം കണ്ടത്? ജയരാജ് തൊപ്പി തലയിൽ തന്നെ വെച്ച് കൂടി നിന്നവരിൽ ആരോടെന്നില്ലാതെ ചോദിച്ചു. ഇതാ ഇയാളാണ്. ഇയാൾ വന്നു പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. ഒരു മധ്യവയസ്കൻ മറ്റൊരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടി. ഇൻസ്പെക്ടറുടെ നോട്ടത്തിന് മുന്നിൽ അയാൾ അതേ എന്ന് തലകുലുക്കി. ഇയാളിക്ക് വന്നേ. ജയരാജ് ആ മനുഷ്യനെയും കൂട്ടി വയൽവരമ്പിലൂടെ കരയിലേക്ക് നടന്നു. ഒപ്പം വന്ന പോലീസുകാർ മഹസർ തയ്യാറാക്കാൻ ആരംഭിക്കുന്നു. മുനുസ്വാമിയെ മലർത്തിയും കമഴ്ത്തിയും ഒക്കെ ഇട്ട് അളവെടുക്കുന്നു. കമഴ്ന്നു കിടന്ന മൃതദേഹം മലർത്തിയിട്ടപ്പോൾ അടുത്തുകൂടി നിന്നിരുന്നവർ എല്ലാവരും ഒന്ന് ഞെട്ടി. 1-2 അടി പിന്നോട്ട് നീങ്ങുകയും ചെയ്തു. കണ്ണുകൾ തുറിച്ച് നാവ് പുറത്തേക്ക് നീട്ടിയ നിലയിലാണ് കിടപ്പ്. മുഖത്തു നിന്നും ചേർന്നു നീക്കിയ നിമിഷം കാണികളുടെ നെഞ്ചിൽ ഒരാന്തൽ തന്നെയുണ്ടായി. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആ ശരീരം പഴമ്പായിൽ പൊതിഞ്ഞു കെട്ടുമ്പോഴും ജയരാജ് അയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു. രാവിലെ കവലയിലെ ചായക്കടയിലേക്ക് പോകും വഴിയാണ് വയലിൽ ആരോ കിടക്കുന്നത് കണ്ടതത്രേ. മുനുസ്വാമിയാണതെന്ന് അപ്പോഴും അറിയില്ലായിരുന്നു. കടയിൽ വന്ന് സ്ഥിരം ആൾക്കാരോട് വിവരം പറഞ്ഞു. അവരൊക്കെ കൂടി ഓടി വന്നു.
മുനുസ്വാമിയെക്കുറിച്ച് ആർക്കും മോശമായ അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അയാളോട് ആർക്കെങ്കിലും ശത്രുത ഉള്ളതായും അറിവില്ല. വല്ല മന്ത്രവും തിരിച്ചടിച്ചതാവും. അല്ലെങ്കിൽ ഈ പാടത്ത് വന്ന് കിടന്നു വേണോ അവന് ചാകാൻ? വല്ലയിടത്തും വല്ല മന്ത്രവാദവും ചെയ്യാൻ പോയതായിരിക്കും. അയാൾ എങ്ങനെ? വല്ലതുമൊക്കെ ചെയ്യാൻ അറിയുന്ന ആളാണോ? ജയരാജ് തിരക്കി. തനിക്ക് മുനുസ്വാമിയെ പരിചയമുണ്ടെന്ന കഥയെ ഒളിച്ചു. ഒരു പക്ഷേ തനിക്ക് കൂടി ഇയാളുടെ ദുർമരണത്തിൽ പങ്കുണ്ട്. തനിക്ക് വേണ്ടിയാവും രാത്രിയിൽ മുനുസ്വാമി പോയത്. മന്ത്രമോ തന്ത്രമോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കുമല്ലോ. അയാളെ വിശ്വാസമുള്ളവർ പല കർമ്മങ്ങൾക്ക് വിളിച്ചു കൊണ്ടുപോകാറുണ്ട്. ആരും കുറ്റം പറഞ്ഞു കേട്ടിട്ടില്ല. ജയരാജ് ഒരു മൂളലിൽ ഒതുക്കി മറുപടി. മുനുസ്വാമിയുടെ ജഡം ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയച്ചിട്ട് ജയരാജ് തനിയെ ജീപ്പും എടുത്തു പോയത് മണിമംഗലത്തേക്കായിരുന്നു. ദുർഗയെ ഒന്നുകൂടി കാണണമെന്നൊരു തോന്നൽ. ഇന്നലെ അവിടെ പൂജ നടന്നിരുന്നോ? എങ്കിലത് മുനുസ്വാമി കണ്ടിരുന്നോ? അയാളുടെ പെട്ടെന്നുള്ള മരണം തന്നെയും ചിന്താക്കുഴപ്പത്തിൽ എത്തിച്ചിരിക്കുന്നതായി ജയരാജ് അറിഞ്ഞു. ജയരാജ് കടന്നു ചെല്ലുമ്പോൾ ദുർഗ തലേന്ന് നടന്ന പൂജയുടെ അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ജയരാജ് കടന്നു വന്നതെങ്കിലും അയാളെ കണ്ടപ്പോൾ സന്തോഷഭാവം മാത്രമായിരുന്നു ദുർഗയുടെ മുഖത്ത്. അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചതും അതാണ്. ഭാവങ്ങളിൽ ഉണ്ടാവുന്ന നേരിയ വ്യത്യാസങ്ങളിൽ നിന്ന് പോലും കുറ്റവാളിയെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരും. ഇവിടെ ദുർഗയിൽ അങ്ങനെ യാതൊന്നുമില്ല. ഇവിടെ അടുത്തുവരെ ഒന്ന് വരേണ്ടി വന്നു. ദുർഗ അറിഞ്ഞോ എന്നറിയില്ല. മണിമംഗലത്തെ ഒരു മാന്ത്രികൻ ഇന്നലെ രാത്രി മരിച്ചു. അതൊരു കൊലപാതകമോ അപകടമരണമോ ആണ്. ഒരു മുനുസ്വാമി. അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം തരാൻ കഴിയുമോ എന്ന് അറിയുകയും വേണം. ജയരാജ് ചിരിച്ചു. പിന്നെ സെറ്റിയിലിരുന്നു. ദേവൂട്ടിയമ്മ മച്ചകത്തിൽ തന്നെ മിടിയുന്നിട്ട് കട്ടിലുണ്ട്. മുനുസ്വാമി, അങ്ങനെയൊരു പേര് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ശരിയാണ്. ഇവിടെ ഒരു പൂജ നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അയലത്തെ ആരോ ആണത് പറഞ്ഞത്. പക്ഷേ ഭഗവത് സേവയെന്നും ഗണപതി ഹോമമെന്നൊക്കെ പറയുന്നത് നടത്താൻ ഒരു ബ്രാഹ്മണൻ തന്നെയാണ് നല്ലതെന്ന് ഞാൻ കരുതി. ദുർഗ പറഞ്ഞു. ചോദിച്ചില്ലല്ലോ. ദുർഗയുടെ ഇന്നലത്തെ പൂജ കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഫലം? ജയരാജിന്റെ കുസൃതി ചോദ്യം. എന്റെ പൂജയല്ല, മട്ടതിരിയുടെ പൂജ. അത് നന്നായി കഴിഞ്ഞു. ഫലം കിട്ടാതെ വരില്ല. പക്ഷേ അത് പെട്ടെന്ന് കിട്ടുമോ? രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ പോലും ഫലം തരണമെങ്കിൽ അതിന്റെ ഒരു കോഴ്സ് പൂർത്തിയാക്കണ്ടേ? ഏതായാലും അമ്മച്ചിക്ക് തെല്ല ആശ്വാസം ഉണ്ടായതുപോലെ തോന്നുന്നു. 7 ദിവസത്തിനകം അറിയാം. ദുർഗ ആലോചിച്ച് തന്നെയാണ് മറുപടി കൊടുത്തത്. ജയരാജന്റെ ചോദ്യത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന സൂചനകൾ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അയാൾക്കങ്ങനെ അത്ര വേഗം പിടികൊടുക്കില്ലെന്നും അയാൾ തീരുമാനിച്ചു. അഥവാ പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജയരാജ് ജീവിച്ചിരിക്കില്ല. ഇതുവരെ അയാളെക്കുറിച്ച് സംശയമൊന്നുമില്ല. ഒരു കണക്കിന് ഇയാളെ പരിചയപ്പെട്ടതും നന്നായെന്ന് തോന്നുന്നു. അയാളുടെ മനസ്സറിഞ്ഞ് തനിക്കും കരുക്കൾ നീക്കാം. പക്ഷേ എന്നും എന്നുമുള്ള അയാളുടെ ഇവിടേക്കുള്ള വരവ് നിർത്തിയേ മതി. മുനുസ്വാമി, അവൻ ഒളിച്ചു വന്നു നിന്ന് കാണാൻ വന്നിരിക്കുന്നു. 7 ദിവസമായി രക്ഷപ്പെട്ട് നിൽക്കുകയല്ലേ തമ്പുരാനും മക്കളും, ദിശാസ്തംഭം പോലും. ഇന്നലെയല്ലേ താനത് തിരിച്ചറിഞ്ഞത്. ആ 7 ദിവസം ഇന്ന് പൂർത്തിയാവുന്നതല്ലേ. ദുർഗ എവിടെ നിന്നാണ് ഈ മന്ത്രങ്ങളൊക്കെ പഠിച്ചത്? അപ്രതീക്ഷിതമായി അമിട്ട് പൊട്ടും പോലെ വന്ന ജയരാജിന്റെ ചോദ്യത്തിനു മുന്നിൽ ഒരു നിമിഷം ദുർഗ പതറിപ്പോവുക തന്നെ ചെയ്തു. അത്ഭുതത്തോടെ അവൾ അയാളെ ശ്രദ്ധിച്ചു. ജയരാജ് പുഞ്ചിരിയോടെ ഇരിക്കുകയാണ്. ഇളയിടത്ത് ഭട്ടതിരി പറഞ്ഞതുപോലെ തന്നെ 7 ദിവസം കോവിലകത്തിന്റെ സമാധാനകാലം തന്നെയായിരുന്നു. ആ 7 ദിവസം കൊണ്ട് എല്ലാം ഒന്ന് നേരെയാക്കാൻ കഴിയുകയും ചെയ്തു. ഫുഡ് പ്രൊഡക്ട്സിന്റെ ഓഫീസ് മാത്രം ശരിയാക്കി. ഫാക്ടറി അതുണ്ടായിരുന്നതിന് തന്നെ പടുത്തുയർത്താൻ തുടക്കമിടുകയും ചെയ്തു. തോറ്റു വിഷാദിച്ചിരിക്കാൻ കോവിലകത്താരും തയ്യാറായിരുന്നില്ല. ഇന്നലത്തോടെ മക്കളെല്ലാം തങ്ങളുടെ ആസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി. ജഗന്നാഥവർമ്മയ്ക്കും ഒരു ഉണർവ് വീണ് കിട്ടിയിട്ടുണ്ട്. ഭട്ടതിരിക്ക് 7 ദിവസം തങ്ങളെ സുരക്ഷിതരാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ ചെയ്ത കർമ്മം ഫലിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. ആളിനെ തിരിച്ചറിയാതെ തന്നെ അത്രയും ആകാമെങ്കിൽ ഒരു സൂചന കൂടി ലഭിച്ചാൽ എന്നേക്കുമുള്ള സുരക്ഷ തന്നെയാണ് ഫലം. തിരിച്ചറിയാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണുണ്ടായെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ആനന്ദവല്ലിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന അന്വേഷണവും വഴിമുടങ്ങിയിരിക്കുകയാണ്. ഇളയിടത്ത് ഭട്ടതിരിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരികയും അച്ഛൻ പറഞ്ഞ കഥകൾ കേൾക്കുകയും ചെയ്ത നിമിഷം മുതൽ ആനന്ദവർമ്മ
ആ കാര്യത്തിലേക്ക് ജാഗരൂകനായതാണ്. പക്ഷേ എവിടെ നിന്നും ആശാവഹമായ അനുകൂലമായ ഒരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞില്ല. ആനന്ദവല്ലിയുടെ കുടുംബത്തിൽ അവശേഷിച്ചിരുന്ന 1-2 പേർ ആ സംഭവത്തിന്റെ പിറ്റേന്ന് തന്നെ നാടുവിട്ടതായി വിവരം ലഭിച്ചു. നിരാശനാകാതെ ആനന്ദവർമ്മ തന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. രാമവർമ്മ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. മകൾ സേതുബായി സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചുപോയി. ലക്ഷ്മിബായി മദ്രാസിലേക്കും. പ്രസീതാബായി മാത്രം കോവിലകത്ത് തങ്ങി. പ്രഭാകരവർമ്മയില്ലാതെ ഇനി വാരാണസിയിലേക്ക് തിരിച്ചു പോയിട്ടെന്ത് കാര്യം? ഊട്ടിയിൽ പഠിക്കുന്ന മക്കൾ 2 പേരും വളരും വരെ കോവിലകത്ത് തന്നെ ജീവിക്കാനാണ് പ്രസീതയുടെ തീരുമാനം. ഒരാഴ്ചയായി യാതൊരു കുഴപ്പവും ഉണ്ടാകാതായപ്പോൾ ആനന്ദവർമ്മയ്ക്കും ഉത്സാഹമേറി. ഭട്ടതിരി തങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് തന്നെ ശാശ്വതമായ ഒരു രക്ഷപ്പെടുത്തലിന് വേണ്ടത് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തീർച്ച. അതിനുവേണ്ടി രാവിലെ തന്നെ ഒരുങ്ങി പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പടി കടന്ന് ആ പഴയ ചെറുപ്പക്കാരൻ വരുന്നത് കണ്ടത്. ഫാക്സ് മെസ്സഞ്ചർ. ഒരു നിമിഷം ആനന്ദവർമ്മയുടെ മുഖം വല്ലാതായില്ലെന്ന് പറഞ്ഞുകൂടാ. എന്നാലും മുറ്റത്തേക്ക് വന്ന ആ ചെറുപ്പക്കാരനെ പുഞ്ചിരിയോടെ തന്നെ വർമ്മ സ്വീകരിച്ചു. അയാൾ കൊണ്ടുവന്ന ഇപ്പോഴത്തെ സന്ദേശവും ജഗന്നാഥവർമ്മയ്ക്കായിരുന്നു. അത് കൈപ്പറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തും ഒരു വല്ലായ്മ പ്രകടമായിരുന്നു. ചെറുപ്പക്കാരൻ പോയി കഴിഞ്ഞ ആനന്ദവർമ്മ കവർ പൊട്ടിച്ചുള്ളൂ. മെസ്സേജിന്റെ ആദ്യ വരി തന്നെ, സംബോധന തന്നെ ആനന്ദവർമ്മയെ കിടിലം കൊള്ളിച്ചു. ജഗന്നാഥവർമ്മേ, എനിക്കെതിരെ നിങ്ങൾ എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയാലും അന്ത്യവിജയം എനിക്ക് തന്നെ ആയിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. 7 ദിവസം രക്ഷപ്പെട്ടെന്ന് കരുതി അതെന്നേക്കുമുള്ള രക്ഷപ്പെടലാവുമെന്ന് വിഡ്ഢി നിങ്ങൾ വെറുതെ വ്യാമോഹിക്കരുത്. ഇതുവരെ കത്തിയ ചിതകളെല്ലാം അണഞ്ഞു കഴിഞ്ഞുവല്ലോ. എന്റെ ലക്ഷ്യങ്ങളിലൊന്ന് കോവിലകത്ത് ചിതകൾ അണയുകയേ ചെയ്യരുത് എന്നതാണ്. ഒന്നിനു പുറകെ മറ്റൊന്നായി അത് കത്തി ആളിക്കൊണ്ടിരിക്കണം. ഒന്നിന്റെ അണയാത്ത കനലിൽ നിന്ന് അടുത്തതിന് തീ കൊടുക്കേണ്ടതാണ്. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം അതിന് ഒരുങ്ങിക്കൊള്ളുക. ഒന്നിനു പകരം ഒരുമിച്ച് 2 എണ്ണമായി കൊള്ളുക. അതെ, ഇരട്ട ചിതയൊരുക്കുക. പഴയ അതേ കടുക്കാച്ചി മാവിന്റെ ദക്ഷിണ ദിക്കിലേക്കുള്ള ശിഖരം തന്നെയാകട്ടെ ഇത്തവണ. 2 പേർക്കുള്ള വിറക് അതിൽ നിന്ന് കിട്ടും. ശിഖരങ്ങൾ മുഴുവൻ തീരുമ്പോൾ മുകളിൽ നിന്ന് മുറിച്ചു തുടങ്ങാം. ഏറ്റവും ചുടകോ അത് കോവിലകത്തെ തമ്പുരാനുള്ളതുമാകും. ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളൂ. അഥവാ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വല്ലതും ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അതുമായിക്കൊള്ളൂ. ആനന്ദവർമ്മയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. തൊണ്ട വരണ്ടു. ദയനീയമായി അദ്ദേഹം അച്ഛനെ ഒന്ന് നോക്കി. എന്താ കുട്ട, പിന്നെയും തുടങ്ങിയോ? ജഗന്നാഥവർമ്മ മകന്റെ പാരവശ്യം ശ്രദ്ധിക്കുകയായിരുന്നു. അതേയെന്ന് ആനന്ദവർമ്മ തലയാട്ടി. മകൻ നീട്ടിയ സന്ദേശം കയ്യിൽ വാങ്ങുമ്പോൾ വിരലുകൾ വിറയ്ക്കാതിരിക്കാൻ തമ്പുരാൻ ശ്രദ്ധിച്ചു. തമ്പുരാൻ ആ സന്ദേശം വായിച്ചു തുടങ്ങുമ്പോൾ ആനന്ദവർമ്മയുടെ കണ്ണുകൾ തൊടിയിലെ കടുക്കാച്ചി മാവിന്റെ നേരെ നീണ്ടു. അദ്ദേഹത്തെ പരിഹസിക്കും പോലെ മാവിന്റെ ദക്ഷിണ ദിക്കിലേക്കുള്ള ശിഖരം കാറ്റൊന്നുമില്ലാതിരുന്നിട്ടും ഉലഞ്ഞു. തമ്പുരാൻ കത്ത് വായിച്ചു തീർന്നതും ആ മാമര ശിഖരം ആരോ ചവിട്ടി വീഴ്ത്തിയതുപോലെ തായ്തടിയിൽ നിന്നടർന്ന് ഒരു വലിയ ശബ്ദത്തോടെ നിലം പൊത്തി. തമ്പുരാനും ആനന്ദവർമ്മയും ഒരുമിച്ച് ഞെട്ടി. ഇതാ വീണ്ടും എന്തോ സംഭവിക്കാൻ പോകുന്നു. ഇത്തവണ അതാരായിരിക്കും? ഇരട്ടച്ചിത. ജഗന്നാഥവർമ്മയുടെ മുഷ്ടിയിലിരുന്ന് ഫാക്സ് സന്ദേശം ചുളുങ്ങി ഞെരിഞ്ഞു. കുട്ടാ, നീ വേഗം ഇളയിടത്തേക്ക് ചെല്ല്. ഇങ്ങോട്ട് കൂട്ടാനൊന്നും നിൽക്കണ്ട. ഭട്ടതിരിയോട് അവിടെ ഇരുന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയും. പൊയ്ക്കോളൂ എന്റെ ഭരദേവതേ, എല്ലാം ഒരു കടവിലടുത്തെന്ന് വെറുതെ ആശിച്ചു പോയതാണല്ലോ. ജഗന്നാഥവർമ്മ നെഞ്ചിലെ നരച്ച രോമങ്ങൾക്കിടയിൽ തെരിപ്പിടിച്ചുകൊണ്ട് ഉമ്മറ തുലാത്താൻ തുടങ്ങി. എല്ലാവരും അവരുടെ താവകങ്ങളിലേക്ക് മടങ്ങിയിട്ട് ആഴ്ചയൊന്ന് തികഞ്ഞില്ല. അതിനു മുമ്പേ ശത്രുവിനെ തിരിച്ചറിഞ്ഞുവെങ്കിൽ താൻ ചെന്ന് കാൽക്കൽ വീഴുമായിരുന്നു. താനാണ് അപരാധിയെങ്കിൽ തന്നെ അങ്ങെടുത്തോളാൻ പറയുമായിരുന്നു. നിരപരാധികളെ വെറുതെ വീടാൻ അപേക്ഷിക്കാമായിരുന്നു. ഒരാഴ്ച കൃത്യമായും ലഭിച്ച ആഹ്ലാദഭാവങ്ങളുടെ മുകളിൽ പിന്നെയും അശാന്തിയുടെ മഞ്ഞുമഴ പെയ്തിരിക്കുന്നു. ആനന്ദവർമ്മ കാറുമെടുത്ത് പുറത്തേക്ക് കുതിക്കുന്നത് വിമ്മിട്ടത്തോടെയാണ് തമ്പുരാൻ കണ്ടുനിന്നത്. ആരായിരിക്കാം ശത്രുവിന്റെ അടുത്ത ഇര? ഇരട്ടച്ചിതയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ മകൾ സേതുവും ഭർത്താവുമുണ്ട്, ലക്ഷ്മിബായും കുടുംബവുമുണ്ട്. ഇവരിൽ ആരുമാകാമെന്ന ഓർമ്മ ആ വൃദ്ധനെ വല്ലാതെ വിവശനാക്കി. കോവിലകത്തെ ഫോൺ ബെല്ലടിക്കാതിരിക്കാൻ തമ്പുരാൻ റിസീവർ എടുത്ത് താഴെ വെച്ചു.
ഒരു ദുരന്ത വാർത്ത അറിയിക്കാൻ വേണ്ടി അത് മണിയടിക്കാതെ ഇരിക്കട്ടെ. അത്തരമൊരു വാർത്തയും കൊണ്ട് ആരും പടി കയറി വരരുതേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഊട്ടി തടാകങ്ങൾക്കു മേലെ കോടമഞ്ഞിന്റെ ആവരണം ശുഭ്രമായ മസ്ലിൻ തുണി കൊണ്ടുള്ള ഒരു മേലാട പോലെ. ഇന്ന് ഊട്ടിയിലെ പ്രശസ്തമായ ഒരു പബ്ലിക് സ്കൂളിന്റെ ആനുവൽ ഡേ. കുട്ടികൾക്കെല്ലാം സർവ്വ സ്വാതന്ത്ര്യമായി നടക്കാനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദിവസം കൂടിയാണ്. മീറ്റിംഗും കലാപരിപാടികളുമൊക്കെ വൈകിട്ടേ ആരംഭിക്കൂ. അതുകൊണ്ട് മിക്കവരും ബോട്ടിങ്ങിനായി ചിലവഴിക്കുകയാണ് പതിവ്. താഴ്വാരങ്ങളിലൂടെയും തടാകക്കരയിലൂടെയും ഉല്ലാസപ്രദമായ ഒരു പകൽ. വേണമെങ്കിൽ തടാകത്തിലൂടെ ഒരു ബോട്ടിങ്ങുമാകാം. എന്തൊക്കെയായാലും അന്നത്തെ പകൽ കുട്ടികൾ ശരിക്കും മുതലെടുക്കാറുണ്ട്. വർഷത്തിൽ ഇതുപോലെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദിവസങ്ങൾ ആകെ ലഭിക്കുന്നത് 1-2 ആണ്. ബാക്കി ദിവസങ്ങൾ അത്രയും കടിച്ചാൽ പൊട്ടുത്താത്ത സിലബസുകളുമായുള്ള യുദ്ധത്തിൽ. ആ സ്കൂളിലാണ് ചുളമാനൂർ കോവിലകത്തെ പ്രഭാകരവർമ്മയുടെ മകനും മകളും പഠിക്കുന്നത്. കോവിലകത്ത് നിന്ന് അവർ ഊട്ടിയിലെത്തിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. കൂട്ടുകാരിൽ നിന്നകന്ന് അനൂപ് വർമ്മയും ആരതി വർമ്മയും തടാകത്തിന്റെ തീരത്തെ തണൽ വൃക്ഷ ചുവട്ടിലിരിക്കുകയായിരുന്നു. അനൂപിന് ബഹളങ്ങളിലൊന്നും താല്പര്യമില്ല. ആരതി അത്രയും അന്തർമുഖയല്ലെങ്കിലും വേണമെങ്കിൽ കൂട്ടുകാർ നിർബന്ധിച്ചാൽ ഏത് കൂട്ടത്തിലും കൂടുന്ന പ്രകൃതമാണ്. ഇന്ന് പക്ഷേ അവൾക്കും അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അനൂപ് പതിവ് പോലെ ഒരു പുസ്തകവും കയ്യിലെടുത്തിരുന്നു. ശാസ്ത്ര കൗതുകങ്ങളെക്കുറിച്ചുള്ള കഥകൾ നിറഞ്ഞ ഒരു പുസ്തകം. വായനയാണ് അവന്റെ പ്രധാനപ്പെട്ട ഹോബി. അച്ഛന്റെ മരണം ഇരുവരെയും തളർത്തിയിരിക്കുകയായിരുന്നു. ഇനി വാരണസിയിലേക്കൊരു മടക്കയാത്രയിൽ എന്നറിയുന്നത് ആരതിക്കും ദുഃഖം തന്നെ. ഇന്നലെയും അവൾ അച്ഛനെ സ്വപ്നം കണ്ടു. അനൂപിന്റെ വീട്ടിലെ കഥകൾ അറിഞ്ഞ അവരുടെ കൂട്ടുകാർക്കും വിഷാദം തന്നെയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഉല്ലാസങ്ങളിലേക്ക് അവരെ ആരും നിർബന്ധിക്കാത്തതും. അച്ഛനെക്കുറിച്ചും കോവിലകത്തെ മരണങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന അനൂപിന്റെ കണ്ണുകൾ തടാകത്തിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന കളിബോട്ടുകളിലായിരുന്നു. അവർ ഇരുന്നിരുന്ന മരത്തണലിന് താഴെ കൂടി തീരത്തോട് ചേർന്ന് പോലും ബോട്ടുകൾ നീങ്ങുന്നുണ്ട്. പതിവിലുമേറെ വിനോദസഞ്ചാരികൾ എത്തിയിരിക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു അത്. 4-5 ടൂറിസ്റ്റ് ബസ്സുകൾ താഴ്വരയിൽ കിടക്കുന്നത് ഇങ്ങോട്ട് പോരുമ്പോൾ അവർ കണ്ടിരുന്നു. താഴ്വരകളിലൂടെ സഞ്ചാരികളെ കുതിരപ്പുറത്ത് കയറാൻ പ്രലോഭിച്ചു കൊണ്ടിരുന്ന ഒരു കുതിരക്കാരന്റെ മേലായിരുന്നു ആരതിയുടെ മിഴികൾ. ഇപ്പോഴത്തെ മാനസികാവസ്ഥയില്ലായിരുന്നെങ്കിൽ കുതിരപ്പുറത്ത് ഒരു സവാരിക്ക് ആരതി സന്നദ്ധയായേനെ. അസംഖ്യം ബോട്ടുകൾ തുഴഞ്ഞു നടക്കുന്ന തടാകത്തിലൂടെ ഒരെണ്ണം അവർ ഇരുന്ന മരച്ചോട്ടിലടുത്തേക്ക് വന്നു. പടുവൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു അതിന്റെ അമരക്കാരൻ. അയാളെ അതിനു മുമ്പ് അവിടെയെങ്ങും കണ്ടിട്ടില്ലെന്ന് അനൂപിന് തോന്നി. അവരുടെ അടുത്ത് വന്ന് ബോട്ട് നിർത്തി. പുരികങ്ങൾക്കു മേലെ കൈപ്പടം വെച്ച് വൃദ്ധൻ കുട്ടികളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ പല്ലില്ലാത്ത മോണ കാട്ടി ഒന്ന് ചിരിച്ചു. ആരായിരിക്കുന്നത്? വർമ്മത്തമ്പുരാന്റെ കൊച്ചുമക്കളല്ലോ. അയാൾ അവരെ പരിചിത ഭാവത്തിൽ നോക്കി ചിരിച്ചു. അനൂപിനും ആരതിക്കും അത്ഭുതമായി. ഇയാൾ എങ്ങനെ തങ്ങളെ തിരിച്ചറിഞ്ഞു? ആരാണ് ഇയാൾ? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ എന്നെ അറിയില്ല. പക്ഷേ അച്ഛനും മുത്തച്ഛനുമൊക്കെ അറിയാം. വന്നാട്ടെ മക്കളെ, ഇങ്ങോട്ട് കയറിയാട്ടെ, നമുക്ക് സവാരി ചെയ്തുകൊണ്ട് സംസാരിക്കാം. വൃദ്ധൻ അവരെ പ്രലോഭിപ്പിച്ചു.